വൈഭവ് സൂര്യവംശി ഇപ്പോ ഏറ്റവും വലിയ ചർച്ച ഈ കുഞ്ഞി പയ്യനാണല്ലോ. അപ്പോ പുള്ളിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. എന്താണ് സൂര്യവംശി, ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണം, ഇനി അങ്ങനെ അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതായത് കഴിഞ്ഞ ദിവസം സൂര്യവംശി ഗോൾഡൻ ഡക്ക് ആയിരുന്നു. അപ്പോ ഏത് തരത്തിലേക്ക് ആളുകളുടെ ചിന്താഗതികൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഇങ്ങനെ പൊക്കി പറഞ്ഞവരൊക്കെ തിരുത്തി പറയാനൊക്കെ ഉള്ളൊരു സമയമായിരിക്കും ചിലപ്പോൾ അത്. കാരണം കണ്ടോ, നോക്കിയൊന്നും അല്ല കളിക്കുന്നത്, വന്ന് വട്ടം വീശാണ്, ഇന്നലെ കണ്ടില്ലേ അതുകൊണ്ടില്ല മേളോട്ടം കിടന്നു എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവാം. അപ്പോ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് അതിനകത്തിലുള്ള ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അതിലെ ഇൻസൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യവംശിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞു പയ്യനാണ്, കാര്യമൊക്കെ ശരിയാണ്, അവന്റെ പ്രായം വിടൂ അല്ലെങ്കിൽ അവൻ എന്താണെന്നുള്ളത് വിടൂ. പക്ഷെ ഞാൻ ക്രിക്കറ്റിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ അത് സൂര്യവംശി തന്നെയാണ്. സോ നമുക്കറിയാം, ഡേഞ്ചറസ് ആയിട്ടുള്ള പല ബാറ്റ്സ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടു വളർന്നതാണ് നമ്മൾ. ഇപ്പോ വീരേന്ദ്ര സെവാഗ് ആവട്ടെ, അല്ലെങ്കിൽ ക്രിസ് ഗെയിൽ, ആഡം ഗിൽക്രിസ്റ്റ്, മാത്യു ഹെയ്ഡൻ, എബി ഡി വില്ലിയേഴ്സ്, മാക്സ്വെൽ, അങ്ങനെ നമുക്ക് പറയാൻ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്. നല്ല പവർ ഹിറ്റേഴ്സിനെ നമുക്കറിയാം. പക്ഷെ ഇവരൊന്നുമല്ല സൂര്യവംശി എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ഒരു തഞ്ചം ഉണ്ടായിരുന്നു, പക്ഷെ സൂര്യവംശിക്ക് അതില്ല. സൂര്യവംശി അടിയോടടിയാണ്. അത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടൊരു ബാറ്റ്സ്മാനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോ സൂര്യവംശി കഴിഞ്ഞ ദിവസം ഗോൾഡൻ ഡക്കായി എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അതൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ഡക്കാവും, ചിലപ്പോൾ 10 റൺ എടുക്കത്തുള്ളായിരിക്കും. അതൊക്കെ ക്രിക്കറ്റിലുള്ളതാണ് എന്ന് കരുതിയിട്ട് സൂര്യവംശി ഒരിക്കലും ഞാൻ ഇനി കുറച്ചൊന്ന് നോക്കിയാൽ കളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് കളിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു റോളിലേക്ക് സൂര്യവംശി പോയി കഴിഞ്ഞാൽ സൂര്യവംശി ഇല്ലാതെ ആവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം സൂര്യവംശി ഒരു സ്പെഷ്യൽ കൈയാണ്, ഒരു സ്പെഷ്യൽ സാധനമാണ്. അവന്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അവനിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. അടിയോടടി, നീ വന്നോ, അടിച്ചോ, പൊക്കോ. 5 ഓവറെ ബാറ്റ് ചെയ്തോളൂ, 2 ഓവറെ ബാറ്റ് ചെയ്തോളൂ. പക്ഷെ ആ 2 ഓവർ നിന്നതിന്റെ മുതല് അവിടെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ, അത്രയും മതി. അല്ലാതെ വന്ന് ക്ലാസ് ആയിട്ട് കളിക്കാനും അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത് കളിക്കാനും ഒക്കെ പ്ലെയേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പവർ ഹിറ്റ് ചെയ്യാനുള്ള പ്ലെയേഴ്സ് വളരെ വിരളമാണ്. അപ്പൊ അതിലെ ഏറ്റവും ടോപ്പസ്റ്റ് മാനാണ് സൂര്യവംശി എന്നുള്ളത്. അപ്പൊ അവൻ അതും പറയാനെ കൊണ്ട് ചെറിയ പയ്യനാണ്, 15 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഇങ്ങനെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് ഇതേപോലെ തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ, കൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ തന്നെ അവൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ അവനെ അങ്ങനെ തന്നെ വിടുക. അവനെ ഇനി വന്ന് ആരും കോച്ച് ചെയ്ത് കുളവാക്കാതിരുന്നാൽ മതി. പിന്നെ അവന്റെ പ്രായം അതാണ്, ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ഇപ്പോഴത്തെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യവംശി എപ്പോ വേണമെങ്കിലും ഡൗൺ ആവാം. കാരണം ബോളേഴ്സ് ആണെങ്കിലും മറ്റു ടീമൊക്കെ ആണെങ്കിലും പുള്ളിനെ പരിചയപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അവന്റെ വീക്ക്നെസ്സും അവനെ എങ്ങനെ എറിഞ്ഞാൽ പറ്റും, എങ്ങനെ എറിഞ്ഞാൽ കളിക്കത്തില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്തെ തരണം ചെയ്യുക എന്നുള്ളതാണ് സൂര്യവംശി മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. സോ അതവൻ ഫോക്കസ് ചെയ്ത് അതിലവൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അവനെ തടുക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് സൂര്യവംശി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ബുംറ നമുക്കറിയാം, വേൾഡിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോളറാണ്. ഇപ്പൊ ബുംറേനെയൊക്കെ ഫസ്റ്റ് ബോളിൽ തന്നെ ഗാലറിക്കകത്ത് അടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ ബുംറേനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ബുംറ അടിമേടിച്ചു, ശരിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എപ്പോഴും ബുംറയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബുംറ അടിച്ചതാണ് ശരിയാ, പക്ഷെ ഭൂവിയുടെ അടുത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലടോ, ഭൂവി പൊക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ RCB ആയിട്ടുള്ള കളി നമ്മൾ കണ്ടാണ്, ഭൂവി അടക്കം എല്ലാണോ തല്ലി അടിച്ചു. ആ ചെറുക്കൻ എടുത്തിട്ട് കിളച്ചു. അപ്പോ അതിലും ഒരു തീരുമാനമായി. അപ്പോ സൂര്യവംശിയെ പറ്റി ഓരോ ബോളേഴ്സും മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് സൂര്യവംശി അതൊക്കെ തരണം ചെയ്യാൻ കപ്പാസിറ്റബിൾ ആകുക എന്നുള്ളതാണ്. അപ്പം സൂര്യവംശി ഇനിയും ഫോക്കസ് ചെയ്യേണ്ടത് അവന്റെ ഫ്യൂച്ചറാണ്, എങ്ങനെ കോൺസ്റ്റന്റ് ആയി കളിക്കാം എന്നുള്ളതാണ്. സോ പക്ഷെ സൂര്യവംശി വേറൊരു റോളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. സ്റ്റാൻഡ് ചെയ്ത് കളിക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കളിക്കുക, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു പ്ലേയേഴ്സിനെ പോലെ തന്നെ ആയി പോകും. സൂര്യവംശിയായിട്ട് തന്നെ നിലകൊള്ളുന്നതാണ് ഏറ്റവും ബെറ്റർ. അവന്റെ ഏത് കോച്ചസ് ആണെങ്കിലും അവനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ആയിരിക്കും ബെറ്റർ, അവന്റെ വഴിക്ക് വിടുന്നതായിരിക്കും ബെറ്റർ എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യവംശിക്ക് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.